ഹലോ, ഇങ്ങോട്ട് നോക്ക്. കാര്യം പറഞ്ഞിട്ട് പോക്കോളാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെങ്ങാണ്ടായെന്ന് തോന്നുന്നല്ലോ. എൻ്റെ ഭാര്യ കാണുന്നില്ല, ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ കണ്ടില്ല. ഉറക്കമല്ലേ, ഉറക്കം. 8 മണിയായി, എണീറ്റ്. മറ്റേ ഇതിനകത്ത് യൂട്യൂബിലെ വീഡിയോക്കകത്ത് കാണുന്ന പോലെ കേക്കൊക്കെ എടുത്തുകൊണ്ട് വരാനൊന്നും നമുക്ക് പറ്റത്തില്ല. നമുക്കൊരു വാക്ക് വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ചേട്ടാടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അരുൺ കെ മോഹൻ്റെ വെഡിങ് ആനിവേഴ്സറി. ഭാര്യ ആരോട് വിളിച്ചു പോയി. ഇന്നാളെങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്നാ ജയയുടെ കല്യാണ ദിവസം, അല്ല എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ അങ്ങനല്ലേ ഇട്ടേക്കുന്നത്, ജയയുടെ കല്യാണമെന്നോ. അപ്പോൾ ചേട്ടായിട്ട് യാതൊരു ബന്ധമില്ല, അപ്പോൾ എനിക്കും അങ്ങനെ പറയത്തില്ലേ. ഇട്ടോ മഞ്ഞോട് വെച്ച് ഇട്ടോണ്ടിരിക്കുന്നല്ലോ. എൻ്റെ ഫോണിനകത്ത് അവള് സ്റ്റാറ്റസ് ഇടുവാണ്. അവിടെ പോവാ. സാരി ഉടുക്കുന്ന അവിടെ പോവാനാ? ആശുപത്രിയിൽ എന്തിനു പോവാ? എനിക്ക് മരുന്ന് കുടിക്കേ. ഓക്കെ. ആശുപത്രിയിൽ എന്തിനാ ആശുപത്രി എന്തിനു പോകുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെ അസുഖങ്ങളുണ്ടമ്മ, അതിനകത്ത് ഏത് അസുഖത്തിനാണെന്ന് അറിയത്തില്ലല്ലോ. നമ്മുടെ മരുന്നൊക്കെ തീർന്ന് ഡോക്ടറെ കൊണ്ട് ചെക്കപ്പ് ചെയ്ത് വീണ്ടും മരുന്ന് മേടിക്കാൻ വേണ്ടി ശമ്പമ്മ പോവുകയാണ്. അടിപൊളി. ഞാൻ എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങട്ടെ. ഓയ്, എന്താണ് രാവിലെ എണീറ്റ് ടി വി വെക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ശംഭുവേ? ഒരു ടി വി വെക്കുന്നില്ല. ഒരു മറ്റേ ടി വി മറിച്ച് ടി വി വെക്കുന്നില്ല. നീ അവൾക്കവിടെ ഒന്ന് പഠിക്കണ്ടേ? എക്സാം അല്ലേ വെക്ക്. ഈ ടി വിയെ വെക്കുന്നില്ല ഇപ്പൊ രാവിലെ. ഇതിനകത്ത് പാട്ട് വെക്കുന്നുണ്ട്, അത് കേട്ടോ. അപ്പൊ ഏറുമാടത്ത് പോയി കിടന്നു. അച്ചൂടോ? അമ്മയുടെ അപ്പുവാ. അമ്മയുടെ അപ്പ അമ്മ പൊന്നോ, അമ്മയുടെ അപ്പുവാണേ. രാവിലെ എന്നാ? ദോശയും കടലക്കറിയും. നല്ലൊരു ദിവസം തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്യണം പറയൂ. നല്ല ദേമദോശയും കടലക്കറിയും ഉണ്ടാക്കുന്നു. മതിയോ? ദേമദോശയും ഗോതമ്പദോശയും കടലക്കറിയും. വിളിച്ചോളി. പഴയ ഒന്നും കഴിക്കാടി, ദോശ ഉണ്ടാക്കൂടെ? കഴിക്കുക പഴയ ഒന്നും പിടിക്കില്ല. ഈ സാരിയാണോ ഇവിടെ ഇപ്പൊ? എന്നും കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ. അവിടെ പോയി ബിരിയാണി കഴിക്കാനാടി. ചോറും മീൻ കറിയൊക്കെ മീനും കൂട്ടി പോകത്തില്ലേ?
അതെ ഫോൺ എടുത്തു പൈസ ഒക്കെ ഉണ്ടോ? പൈസ കുട്ടിക്ക് ശമ്പളവും ഷാമ്പുവും നാരായണയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയാനോ? എന്നാത്തിന് ചുമ്മാ കൂട്ടിന് അവള് പഠിക്കട്ടെ ഒരു കൊച്ചിനോട് അവളെന്നാണ് പഠിക്കുന്നത്? പഠിക്കാൻ പറയാ പഠിക്കാൻ പറയാ പഠിക്കാൻ പറഞ്ഞ സബിത ഉണ്ടോ? അതോ അവൻ പോയി മാത്രം സർട്ടിഫിക്കറ്റ് രാവിലെ ഉടുപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് മുടിയപ്പോഴായിരിക്കും ഉച്ചയ്ക്കായിരിക്കും. അത് ഉച്ചയ്ക്ക് ആയാലും ഇന്ന് രാത്രി നമുക്ക് ചുമക്കുന്ന കേട്ടോ. അത് ചുമ്മാ കാണിക്കുന്നു. അല്ല കഫമുണ്ട് കുറന്ന് ഞാൻ ഓർക്കം ചെയ്തെല്ലാം പറ്റിയുണ്ട്. ഇങ്ങോട്ട് തിരിച്ചു വരുമോ? അതോ ഞാൻ അങ്ങോട്ട് പോകും. ഞാൻ പിന്നെ എന്റെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കും. നിങ്ങൾ പാറ്റ ബഹുമാനിച്ചല്ല ഇങ്ങനെ ഒരിടത്ത് വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറയാം. അതെനിക്ക് എന്നെ ചെയ്യാനാ. ഇപ്പൊ ഇത് ആഴ്ചയിൽ പോകാതിരിക്കാൻ പറ്റില്ല. മരുന്നെല്ലാം തീർന്നു. അങ്ങോട്ട് പോകുന്നതാണോ? അതോ അങ്ങോട്ട് പോയിട്ട് രാവിലെ നാളെ ഓപ്പില്ലാത്തതുകൊണ്ട് രാവിലെ അവളൊരു 7:30 ആകുമ്പോൾ എടുത്തില്ല. എന്നും അങ്ങനെ പോകുന്നത്. അമ്മ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് ശരിക്കും? ശരിക്കും ഇപ്പൊ ആവശ്യമില്ല. ഇവിടെ ആശുപത്രി പോയിട്ട് എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ അടുത്തിട്ട് പോവാം. ഇവിടെ വടി വേണോ? ഇതായില്ലടാ. ഇത് പിന്നല്ല ഞാൻ വേറെ ഒന്നും പോകും. കഴിച്ചോ? ഞാൻ പറയുന്ന സൂപ്പറാണോ? കഴിച്ചിട്ടൊക്കെ വേണ്ടേ പറയാൻ സൂപ്പറാന്ന്. 2 ദിവസം കഴിഞ്ഞ് പുട്ടുണ്ടാക്കാം. ആ കൊച്ചിന് ഗീതുട്ടി കിട്ടുന്ന പോലെ കിട്ടി കൊടുക്കണം കേട്ടോ നാരായണിയെ. ആണോ? പിന്നെ പക്ഷെ ഗീതുട്ടി ഇതുപോലെ ഉടുപ്പ് തിരിച്ചിടത്തൊന്നുമില്ല. എങ്ങനെ കറക്റ്റായിട്ട് തിരിച്ചിടുന്ന ആലോചിക്കുന്നേ. ഒരിക്കലും നേരെ ഇടുകയല്ല. ഇടയ്ക്കൊക്കെ നന്നായിക്കൊണ്ടിരുന്ന. ഇപ്പൊ എന്താ പറ്റിയോ? ചാമ്പവേ സുന്ദരിയല്ലേ? ഗീതുട്ടിക്ക് ഇപ്പൊ അമ്മയുടെ പ്രായമായി. അതിന്റെ ദിവസം കുറച്ച് നേരത്തെ വരത്തില്ലായിരുന്നോ? അല്ല നേരം വെളുത്തല്ലോ. 6 മണിയാകുമ്പോഴേക്കും ഇവിടെ പോലെ ഞാൻ 10 മണി വരെ കിടക്കത്തില്ല. ആ പിന്നെ ഇതെന്നെ പറ്റി എന്ത് ചെയ്യാ മമ്മി? അകത്തുണ്ട്. വിളിക്ക് കാണട്ടെ. അമ്മേ അമ്മേനെ കാണണോന്ന്. ഞാൻ റേഷൻ കട വന്നാ തുറക്കാഞ്ഞപ്പോ നേരെ ഇങ്ങോട്ട് വിട്ട് വിളിക്ക്. ഇല്ലല്ലോ. നീ അതിലെ കൂടെ വന്നാണോ? നീ റേഷൻ തുറക്കുമെന്ന് അവധിയൊന്നുമില്ല. അതാരാടാ? കൂട്ടുകാരി അടുത്തവരെ അന്ന് വീടിക്കത്തുണ്ടേ? അല്ല ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട്. വീടിക്കത്ത് കണ്ടല്ലോ കഴിഞ്ഞ ദിവസം. നീ ഉടപ്പാണ്. നീ കാ മേടിച്ചിട്ട് നീ ഉപ്പേരി ഉണ്ടാക്കി തിന്നില്ലേടി? ഇല്ല ഞങ്ങൾക്കല്ല, കസിന്റെ വീട്ടിലോട്ടാ. ഇത് സത്യമായിട്ട് ഞാൻ എവിടെയാടി ഇപ്പൊ? നീ ഇവിടെ ഞാൻ വരിക്കാന്റെ വീട്ടിലാ. നീ ഇങ്ങോട്ട് വാ. വരിക്കാന്റെ വീട്ടിൽ കസിനാണോ?
ഇത് അടുത്തുള്ള ഞാൻ പഠിക്കാനേ ഇല്ല. ആണോ സംസാരിക്കട്ടെ അതവളുടെ കൂട്ടുകാരി കൂട്ടുകാരി ഫ്രണ്ടാ പേരെന്താന്ന് വെച്ചാ അത്രയല്ലടാ നമ്മുടെ സ്കൂളിലോ നിനക്ക് ഇത്ര നാണമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടോ? നിനക്ക് ഇത്ര നാണമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടോ? അത് തന്നെ ഒട്ടും നാണമില്ലാത്തവളും പാമ്പെടുത്ത കുഞ്ഞിന് നാണമുണ്ട് ചെറുതായിട്ടല്ലേടാ അതല്ല അവർക്ക് തല കറങ്ങുന്നു. തോട്ടത്തിൽ കൂടെ ഓടി വിടൊക്കെ തല കറങ്ങുന്നു. ഞാനിവിടെ ഓടിച്ചത് കാണാൻ എക്സൈറ്റിങ്. സാരല്ല ലോല നട്ട് കയറി മുറുക്കില്ലേ ഇറങ്ങി പോയത് നമ്മളത് ഇതുവരെ മുറുക്കിയിട്ടില്ല അതൊക്കെ ഒന്നും ഇടുന്നില്ലേ? ചേച്ചിക്ക് പ്രായമുള്ള ഭയങ്കര ബിസിയാ ഞാൻ മിനിച്ചൂച്ചിയുടെ വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നത് മിനിച്ചൂച്ചിയുടെ ചോദിക്കണം ഒന്നുമില്ല ചോറും വെണ്ടയ്ക്കാടെ എഫക്ട് പോയിട്ടില്ല. 2-ാം തീയതി അല്ലേ ആയുള്ളൂ മമ്മി എന്നെ വീട്ടിൽ എത്തിക്കുന്നില്ല. പോന്ന് പറയുവാ. ഈ വർഷത്തെ അല്ല ഈ മാസത്തെ മേടിക്കാനല്ലേ ഞങ്ങളുടെ ദേശീയ ഭക്ഷണം ചപ്പാത്തിയോ ഞാൻ ചത്ത് വീട്ടിൽ ചപ്പാത്തി നിന്ന് നിർത്ത്. എന്നാണ് ചപ്പാത്തിയും ചിക്കൻ കറിയും ചപ്പാത്തിയും മുട്ടക്കറി ചപ്പാത്തിയും മുട്ടക്കറി. ചിക്കൻ കറി ഉണ്ടല്ലോ നിനക്ക് അപ്പൊ പിന്നെ ഇഷ്ടമുള്ള നീ ഉണ്ടായി തിന്നണം ഇല്ല ഞാൻ വീടും മരിക്കാനിലോട്ട് അച്ഛന്റെ ചേട്ടന്റെ അവിടാണോ ടൗൺ ബേക്കറിയോ നീ അവിടെ ഉണ്ടോ അപ്പൊ നീ ഇപ്പൊ പോകുന്ന സ്വന്തം വീട്ടിലോട്ടല്ലേ ഇത് സാധനം വീട്ടിൽ മേടിച്ച് വെച്ചിട്ടോ ഞാൻ പിന്നെ വരിക്കാനിക്ക് പോവും. അവരോടെ അവിടുത്തെ വീടിന്റെ അടുത്താണോ മോള് ഞങ്ങളുടെ വീടെടുത്ത് വരിക്കാനി അല്ല നാൽസിന്റെ അമ്പലത്തിന്റെ അവിടെ നിങ്ങൾ അവരെ പഠിച്ച് അപ്പൊ നിങ്ങളുടെ വീട് വരിക്കാനില്ലല്ലേ? അമ്പലത്തിന്റെ അവിടെ ആണോ? ഞാൻ അമ്പലത്തിന്റെ അവിടെ കസിൻ വരിക്കാനിയില് ഞാൻ ഇവിടെയാ. കുഞ്ഞു മടുത്ത് അവിടെ ഇരുന്ന് കിടന്ന് സങ്കടപ്പെടുന്നു അവിടുന്ന് പോകാൻ രണ്ടിനും ചുമയാ. ഇന്നലെ ഷെയ്ക്ക് കുടിച്ചത് വരിക്കാനി അവരൊക്കെ വരുമ്പോ അവരെ ഊറ്റിയെടുക്കട്ടെ. ഇവിടെ ഊറ്റിയെടുക്കാൻ പോകുന്നതാണോ സിൽസിനെയൊക്കെ പട്ടാവളത്തി കഴിഞ്ഞ ദിവസം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ചേച്ചിയോ? ആ ചേച്ചി അത് കസിനാ അവളോട് ചോക്ലേറ്റ് ഷേക്ക് തീർന്നു അതാ കേസ് തീർന്നു ചോക്ലേറ്റ് ഷേക്ക് ഓക്കെ ചോക്ലേറ്റ് ഷേക്ക് മടിയോ ആ ഞാൻ എനിക്ക് ചപ്പാത്തി ഉണ്ടെങ്കിൽ പാർസലായിക്കാവേ. വീഡിയോ ഓർഡർ നാളെ വന്നോ? നിനക്കറിയില്ല സാധനം അപ്പൊ മേടിക്കാ നീ പിടി പിടി ഇത് നോക്ക് കിട്ടുന്നുണ്ടോ നോക്ക്. നാരായണിയോ പഠിക്കുകയല്ല ചെയ്യിക്കാൻ പറഞ്ഞ ചെയ്യുക കണ്ടോ കാണത്തില്ലേ? പിടിക്കടി അവിടെ. ആ ഡ്രസ് എനിക്ക് തന്നെ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇവളുടെ കാര്യം പറയണോ? എന്നത് ഡ്രസ് ഇരിപ്പുണ്ടായിരുന്നു. അമ്മ ആ വീഡിയോ ഒന്ന് വിളിക്കോ ക്യാമറ വെച്ചോ താങ്ക് യു ഞാൻ ഡ്രസ്സ് എടുത്ത് കാണിച്ചു കൊടുത്തേ എന്നിട്ട് ഇടുമില്ലെന്ന് പറ എന്നിട്ടല്ലേ ഒരു 1 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഒരേ ഒരു മോളും വാ മോളെ ഇങ്ങോട്ട് വാ മോളെ. ഇവരെന്നെ കാണിക്കുന്ന ഏട്ടാ എടി ഇവിടെ നിൽക്കവാ. അടി അടി കൊടു പോയിട്ടോ എനിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഞാൻ എടുത്തിട്ട് ഈ പന്ന ഒരു തവണ കണ്ട് ഇട്ടേക്കുന്നത് ട്രെൻഡ്സിൽ നിന്ന് എടുത്തതാ. അവൻ നല്ല ഒന്നും നാരായണിക്ക് ചേരിയല്ലോ. ഞാൻ പറയൂടി കുഞ്ഞേ എടുത്ത് തരികയല്ലേ അവനാ NCC-ക്ക് 5000 രൂപ പോയി. ജോലി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും കൊടുക്കാൻ കിടക്കുമോ 2700? ആ
ഡാഡിക്കുള്ള കൂളാൻ പോയി നിന്നപ്പോഴത്തോട്ട് ബൈ. ഓക്കേ. ടാറ്റാ. ദാ. Yes. ഡാഡി പോവാ. എന്ത് അവളല്ലേ? വിളിക്കണ്ടേ നീ? എന്നെ കണ്ടു പോയി TV വെച്ച്. ആ ഡാൻസ് കളിക്കാന്ന് ഓർത്തോ? കണ്ടോ പാവം കൊച്ച്. ശോ. ശോ. പോവാ. ഓക്കെ ആ പോകാം. ഓക്കേ. ടേക്ക് കെയർ. എന്റെ കാർ പിടിക്ക്. നീ കണ്ടോ അതിനെ കൊണ്ട് പിടിപ്പിക്കാൻ പോവാ എൻ്റെ പൊന്നെ. നീ എന്തിനാടി സിംബായിക്ക് തള്ളിയേ? എന്റെ സിംബായ നീ എന്തിനാടി തള്ളിയേ? എനിക്കും അറിയാം. ഞാൻ പൊന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് ജയിക്ക് എൻ്റെ മുടി വേണമെന്ന്. ഞാൻ മുടി കൊടുത്തേക്കാം. വേറെ കൊടുക്കാനാ അങ്ങനെയുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ടല്ലോ നാരായണി. അത് സാധിക്കാത്തോണ്ടല്ലോ ഇത് തന്നെ അവളെ പറ്റുന്ന. അമ്മ ഇങ്ങനെ മുടി കിട്ടുമ്പോ ഉണ്ടല്ലോ പരീക്ഷിച്ച് നോക്കണം ഓരോ ഇതൊക്കെ. നല്ല പരീക്ഷിക്കുന്നതാണ്. ഈ നടുക്ക് മാത്രം ദേ ഇങ്ങനെ വട്ടത്തിലൊക്കെ വെക്കണം, ചട്ടി പോലെ. നീ നിന്റെ അപ്പനെ കോലം കെടുത്തിക്കോ അല്ലയോ? വെട്ടാറില്ല എന്തില്ല. എന്തൊരു സുഖം. അത് കട്ടടിച്ചോ എനിക്ക്. അയ്യോ എൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റാണ് അപ്പൻ്റെ. എനിക്കുള്ളതല്ല നിനക്കുള്ള മുടി നീയല്ലേ കൊണ്ടുപോകാൻ. ഞാനവിടെ കൊണ്ടുപോകാൻ കൂടി എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ എന്താ നീളമെന്ന് ചോദിക്കണം. പണ്ടത്തൊക്കെ ആണെങ്കിൽ പളനിയിലൊക്കെ മുടി കൊടുക്കുന്ന പോലെ ജയിക്ക് മുരുകന് കൊടുക്കുന്ന പോലെ ജയിക്ക് കൊടുക്കുക. ജയിക്കില്ല. ഞാൻ ജയിമാര് മുടി ചോദിക്കാറില്ല, തലേ ചോദിക്കാറുള്ളൂ. തല എടുക്കാറുണ്ട് നീരന്മാരുടെ. ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട്. സുന്ദരിയോ? അവളെടി നല്ല വിളിക്കണം അത്തനെ കയറി. സോറി അമ്മേ. ഒന്നുമില്ല, തലക്കിട്ടടിക്കുന്നതും മുടി കെട്ടി വെക്കത്തില്ല, അങ്ങനെ കുറേ ഉണ്ട് നിന്റെ പേരിലുള്ള കുറ്റങ്ങൾ. അതുകൊണ്ട് മുടി നിന്റെ അവിടെ സൈഡ് മാത്രം മതി. കേട്ടോ, സൈഡ് മാത്രം അടിച്ചാൽ മതി. ഒന്നുമില്ല. ഡ്രസ്സൊന്നും ഉണ്ടായി ചെയ്ത ഡ്രസ്സ് മതി. നോക്കി ഞാൻ നോക്കാം നിന്റെ ഇഷ്ടം ചെയ്യുന്നത്. ചോറിനകത്ത് സദ്യ വെച്ച് ഇച്ചിരി ചിപ്സ്, പപ്പടം, എന്റെ പൊന്നു കൊച്ചേ, ഇങ്ങനെ ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞു വായിക്കണോ? എന്താ പൊന്നേ. വാഴയുടെ സദ്യ ചോറ്. ഇപ്പൊ ജയചാച്ചി ഇപ്പൊ ഇരിക്കുന്നു. അതിന് ചേച്ചാച്ചിക്ക് മുടിയൊന്നുമില്ലേ? വാരിക്കളയല്ല, ഒരു പണിയില്ല, ചുമ്മാ ഇരിക്കില്ല. പിന്നെ മതിയോ മതിയോ? ஆ நல்லா சாப்பிடுங்க. വേണോ? ഞാൻ ചെറു വരെ പോയിട്ട് എന്നിട്ട് ഞാൻ ചുമ്മാ അതൊക്കെ വയ്യ. റിയാക്ഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ ചെന്നാലേ ഞാൻ ആന്ധ്രയിലോട്ട് പോയെന്നോ. ആന്ധ്രയിലൊക്കെ എന്താടി സുബ്രഹ്മണ്യനോ വെങ്കയ്യ മറ്റേ എന്തേലും ഒക്കെ റെഡ്ഡിയോ ജഗന്നാഥ റെഡ്ഡി അത് ഞാനിവിടെ ഒക്കെ പോലുണ്ടല്ലേടി ഇല്ലേ? ഓ വാ പിരിക്കുവാണേ.
ഇനി തിരുപ്പതിയിലൊക്കെ തിരുപ്പതിയിൽ പോകുമ്പോഴേ ഇഷ്ടം പോലെ ഇതുപോലത്തെ ആൾക്കാരുണ്ട്. ഇതേ ഷേപ്പ്. ഇന്ന് ഞാൻ മൂടി മേടിച്ചത് പിന്നെ എന്നാത്തിനാ ഇതിനു വേണ്ടി തന്നെ. മനസ്സിലായോ? വേനൽ കൂടി. പിന്നെ അത് ഇരട്ടവാലിനാ പോയേ വേണ്ടായിരിക്കുന്നു. ആണ്ടായിരിക്കുന്നു എന്തോന്നു വേഴാമ്പലല്ല, ഇരട്ടവാലനാന്ന്. ചുമ്മാ അങ്ങ് പറയുവാണ് വേഴാമ്പലാണ്. വേഴാമ്പലൊക്കെ വംശനാശം സംഭവിക്കുന്ന സാധനമാണ്. അത് ചേട്ടാടെ വിട്ടുവിടുവോ? അവസരമില്ല. നീ പറഞ്ഞ ഇപ്പൊ പറന്നുപോയ ഇരട്ടവാലം വേഴാമ്പൽ. കത്രിക ഇരിക്കുന്നേ. കത്രിക കൊണ്ട് കൊടുത്ത അമ്മടെ കൊടുക്ക. ഹായ്. കത്രിക കൊണ്ട് വെച്ചേക്ക്. കാപ്പി പൊട്ടിക്കാൻ തിരിച്ചു പറഞ്ഞില്ല. നിന്റെ അല്ലേ? ആണോ? എന്റെ അല്ലേ? ചേട്ടടെ ആണോ? ചേട്ടനാണോ? എന്റെ എന്റെ എന്നാ ശരിയാണല്ലോ. മുട്ടടിച്ചല്ലോ. കൊല വരുന്നുണ്ടോ? ഉണ്ടക്കത്തിനുള്ള പാഴക്കൊല ഓണം. എങ്ങനെയുണ്ട് വിശേഷമൊക്കെ? ഓണമൊക്കെ എങ്ങനെയുണ്ട്? കൊലയൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടോ? കിടക്കുന്നുണ്ടോ? പണിയൊക്കെ ഉണ്ടല്ലോ അപ്പം. അല്ല പിന്നെ പണിയില്ലെന്ന് പറയാനില്ലല്ലോ അല്ലേ? ഓണാകുമ്പോൾ എന്നാലും കൊല വരുമല്ലോ. ഓ ഭയങ്കര. അത് വെച്ചാൽ എന്നാ തരത്തില്ലേ? ഹായ്. ഹായ്. പറയാനും ചെയ്യരുത് കേട്ടോ. ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ 1.5 കിലോ 100 മുരിങ്ങ. അത് കാശ് വെളിക്കൊണ്ട് കളഞ്ഞാക്കില്ലേ? 1.5 കിലോ മേടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മേടിക്കും. ഇവിടെ ഉള്ള സാധനം മേടിക്കുന്നത് ഞങ്ങൾ അബദ്ധം പറ്റി പറയുന്നു. ഇന്നലെ വേറെ ആളായിരുന്നു. ഇന്നലെ കണ്ടപ്പോ വേറെ ആളായിരുന്നു. ഇതൊക്കെ സ്വർണ്ണല്ലേ? അല്ല ഇത് ചെമ്പ. എന്തായിരുന്നു പോവാ? അങ്ങനെ തന്നെ പിടിച്ചു നോക്കൂ. കീരി വേറെയല്ലേ?
പിന്നെ മുകളങ്കാട്. ആ ആ എന്നാത്തിനാ? ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് മുറുമ്പിക്കര. അവിടെ പോയിട്ട് എത്ര നാളായെന്നറിയാം. നിങ്ങൾ വരട്ടെന്ന് ഓർത്തുന്നത്. അപ്പം ചെന്ന് തുടയ്ക്കുമല്ലേ, ബാത്റൂമിലോട്ടൊന്ന് കൊണ്ടുപോയി കുളിപ്പിക്കാൻ നിർത്തുന്നത്. ഇവിടെ തന്നെ ഇരുത്തിയതാണ് നിങ്ങൾ വരാൻ അല്ലേ. ഇന്നലെ ഇന്നുമായിട്ട് ഇച്ചിരി ക്ഷീണമാണ്. മൂത്ത മോനും മരുമോനും. ചേച്ചി ശ്യാമ വരുവാ. എടപ്പഴ ശ്യാമ പേട്ടയില്. ഏത് വീട്ടില്? ഏത് ഹോട്ടലാ? ഏത് വീട്ടില്? എന്താ പറ്റിയ കുഞ്ഞമ്മക്ക്? പറ്റിയില്ല. കണ്ണിന് ഓപ്പറേഷൻ മതിയോ? മതിയോ? മതി മതി. അവളുടെ പേരെന്നാ? ആരുടെ? മലയാളി പോയി മയക്കത്തിക്കാരനാണ്. മതിയോ? 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 ഏതാ ചേച്ചപ്പെടാം? വളവേട്ടനോ? എന്നാ? വളവേട്ടൻ. വലവേട്ടനോ? വളവേട്ടൻ. വല്യേട്ടൻ. ഏതാ പടാ? വല്യേട്ടൻ. ഏതാ എന്നാ? ഏതാ പടാ? വളവേട്ടനോ? വെച്ച എന്നാ പിടിച്ചേ.
അത് നീ ആരാ മറ്റേ അവരുടെ ഓട്ടോയ്ക്ക് വന്നോ? ആ ആ അപ്പോൾ കൊച്ചിനെ ആരും നോക്കി? അവനെ ഏൽപ്പിച്ചിട്ട് പോന്നോ? ആ ആ ആ ഇതെങ്ങനെ ഇങ്ങനെ ഇതിനകത്തോട്ട് മുക്കണോ? ഇവിടെ ഇരുന്നാണോ? മടിയൊന്നുമില്ലായിരുന്നോ? ഇതൊന്നുമില്ലായിരുന്നോ ലോക്കറ്റ്? ചോറിനാൻ വിളിച്ചിട്ട് ആളെ കാണാം. താഴെങ്ങാനും പോയാൽ കോവലിൻ്റെ പന്തൽ. കോവലിൻ്റെ എന്നാ മാറ്റിയെന്നാ? ഓ അതിൻ്റെ ഡയറക്ഷൻ മാറ്റി. പക്ഷെ കോവയ്ക്ക പറിക്കണമെങ്കിൽ നമ്മൾ ആകാശത്ത് നിൽക്കണമെന്നേ ഉള്ളൂ. എൻ്റെ അമ്മ നല്ല മഴ വരുന്നുണ്ട്. കണ്ടോ അവിടെ നല്ല മഴക്കാറ് ആ ഭാഗത്ത്. നേരെ ഇരിക്കും, നേരെ ചാരി അങ്ങോട്ട് ചാഞ്ഞു പോകുന്നു. തല ഇങ്ങോട്ട് കയറ്റി വയ്ക്കും. ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. അങ്ങോട്ടല്ല, അങ്ങോട്ട് തന്നെ കയറിപ്പോയാൽ പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് ബലം പിടിക്കുക. അവിടെ ഇവിടെ വേദന എടുക്കും. ഇങ്ങനെ തന്നെ ഇരുന്നാൽ എല്ല് വേദന എടുക്കും. ഈ കൈ എടുത്തേ പാപ്പ, ഈ കൈ എടുത്തേ. ഈ കൈ എടുത്തേ. ഇവിടെ ഒരു തലയണ വെച്ച് കൊടുത്താലോ ഈ ഇടയിലോട്ട്? ഈ കൈ വിട്ടേ. ആ തലയണ എവിടെയാ? കാലിലാണ് കീറിയുന്നു. അതല്ല, എടുത്തപ്പോൾ മാറിപ്പോയതാ. ഇനിയിപ്പോൾ കുഴക്കണ്ടല്ലോ, അങ്ങനെ തിന്നാൽ മതിയായിരുന്നു. ആ മേത്തോട്ടിടാതെ എൻ്റെ പൊന്ന് ദൈവമേ. ഇല്ല, ഒന്നും ആയില്ല. പൊങ്ങി വരുന്നുണ്ടോ? ആ സൈഡ് കത്രയല്ലേ നല്ലത്.
ഉണ്ടുണ്ട്. ചെയ്ത് ചെവിയിലൊക്കെ ഉണ്ട്. ചെവിയലോ ചെവിയലാണ് ചെവിയുടെ ആപ്പിള് അങ്ങോട്ട് കൂടുതൽ അത് മാറ്റണം. ചെവിയുടെ ആപ്പിള് കളഞ്ഞോ ഇങ്ങോട്ടോ ഇങ്ങനെ കളഞ്ഞത് പേടി അങ്ങനെ കുഴപ്പമില്ല. തലേണേലില്ലായിരുന്നു മുടി, അതും കൂടെ പറ്റിച്ചു. അയ്യോ വെട്ടാൻ കിട്ടാൻ വേണ്ടി ഞാൻ മാറിയെന്നപ്പാ. കുടിയതൊക്കെ ഞാൻ എടുത്തു വെച്ചോ. ഞാനല്ലോ തോന്നി വെട്ടിയിട്ടില്ല. ഉറങ്ങാന്ന് വെച്ചാൽ അങ്ങനെ ഉറക്കോ പറഞ്ഞില്ല. ഓണം കഴിയും. ഫോൺ മതിയോ? ഞാൻ നിർത്തിക്കടിയത് നിർത്താൻ നിൽക്കൂല. അത് നിർത്ത. ശാംഭവി ഓട്ടോയ്ക്ക് വരുന്നില്ല. മതിയോ? ആ മതി. പോയിട്ട് വന്നില്ലല്ലോ. ശ്യാമളമ്മ നാളെ വരും. എവിടെ പോയതാ? ഞാൻ ഇപ്പൊ വരാവേ. തുണി അടിച്ചിട്ട് വരാം. വരേക്ക് ഇരുന്നോണം. ആ
ഉണങ്ങിയാ എന്തായി? അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുള്ളതെ കാണിക്കാമോ? ഇതാരായിരുന്നു? ഓം നമ ശിവായ. പിന്നെ അരുൺ കെ മോഹൻ്റെ ഫോട്ടോസ് കണ്ട ഇതുപോലെ നടക്കില്ലെന്നോർത്ത് എടുത്ത് വെച്ചതാണ്. പപ്പായമ്മ അടിപൊളി. പപ്പായ എന്നാ എടുക്കാനായിട്ടിരിക്കാന്ന് നോക്കി. ചേച്ചിയുടെ നാത്തൂൻ്റെ മൂത്ത മോൾ. നിനക്ക് പോകത്തില്ല, നിനക്ക് നീ എന്നാ കാണാൻ ചേട്ടാ ഞാൻ പോട്ടെ. നീ പോകേ എന്നത് പിടിച്ചു. പോകത്തെ. ഞാൻ ബസ് കയറി പോവേ. ആ പോ. മൈ ബസ് ആണല്ലോ, എൻ്റെ കാശൊന്നുമില്ല. 10 പൈസയില്ലല്ലോ. ഇല്ല, നിനക്കാണ് നീ പോകാൻ. നമ്മുടെ നിന്ന് ചില്ലറ മേടിക്കാം. 20 രൂപ. എന്തിനു പോകുന്നോ? പിള്ളേർ തന്നെ പിള്ളേരവിടെ തന്നെ ഉള്ളു കേട്ടോ. പിള്ളേർ തന്നെ ഉള്ളു, അതുകൊണ്ട് പോവുകയാണേ കേട്ടോ. ഇതെന്നാ എന്നാ എന്നാ പറ്റി? അത് വെട്ടിപ്പിടിച്ച് കൊളുത്തി പിടിച്ചു പോയപ്പോ അമ്മ അങ്ങനെയൊക്കെ വെച്ചു. പക്ഷെ ഒരു സെക്കൻഡ് പിന്നെയും പിന്നെ തിരിച്ചു മെസ്സേജ് വരുന്നു. സമയണ്ട തിരുവിടായിരുന്നു. പോവാ. എൻ്റെ പൊന്നു. എന്നാ ഏട്ടാ പിടിക്ക്. അയ്യരി എനിക്ക് ഹലോ ഇങ്ങോട്ട് വയ്ക്കേ. ടാറ്റ. പിണങ്ങിയോ ഉമ്മ? അതെ എന്നാന്നറിയോ, ഞാൻ പെട്ടെന്ന് കോൾ എടുക്കാൻ വേണ്ടി നോക്കിയില്ല മുത്തായി. അപ്പു ടാറ്റ. തിരിച്ചു വന്നപ്പോൾ തന്നെ നല്ല മഞ്ഞ് വന്ന് മൂടി. മുറമ്പിക്കരയില്ല, വാഗമണ്ണില്ല, എല്ലാ സ്ഥലങ്ങളും മൂടിക്കെട്ടി. ബസ്സല്ലടി അത്. ആ അതുപോലെ ഗൂഗിൾ പേയുടെ എങ്കിലും ചെയ്യണ്ട.
അയൽക്കൂട്ടം. അവൾ അയൽക്കൂട്ടത്തിന് പോയി. ജയമ അയൽക്കൂട്ടത്തിന് പോയി. ആരാണ്? ഗേറ്റിലോ? എന്നാ ഗേറ്റില്? ആരുമില്ലല്ലോ. ആരാ വരുക? കാണുന്നില്ല. മുടിയൊക്കെ സുന്ദരിയായല്ലോ. അയ്യോ എന്റെ പൊന്ന സുന്ദരിയാ. പൈസ ആരും വിളിച്ചു പറഞ്ഞോ? അമ്മ